ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ആ നോമിനേഷൻ പ്രക്രിയയിൽ ചില കാര്യങ്ങൾ നടന്നു. പലരും പലതും വെളിപ്പെടുത്തി. ഇവർ തമ്മിൽ, ഈ നോമിനേഷനിൽ പോയിരിക്കുന്നവർ തമ്മിൽ വലിയ വലിച്ചു കീറൽ തന്നെ നടന്നു. അതിലെടുത്തു പറയേണ്ട രണ്ടുപേരാണ് അപ്സരയും ഋഷിയും. നോമിനേഷൻ ചെയ്യാൻ വേണ്ടി കൺഫ്യൂഷൻ റൂമിലെത്തിയ അപ്സരയും ഋഷിയും തമ്മിൽ വലിയ രീതിയിൽ തന്നെ വഴക്കുണ്ടായി. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് തന്നെയായിരുന്നു അവിടെ ഏറ്റവും കൂടുതലായിട്ട് വഴക്കുണ്ടാകാനുള്ള കാരണം. ഋഷിയോട് അപ്സര പറയുന്നു, നീ എന്റെ ഫ്രണ്ട് ആയിരുന്നു, നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, എന്നിട്ടും നീ എന്നോട് അങ്ങനെ പെരുമാറിയില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്സര തുടങ്ങിയത്. എന്നാൽ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്നത് എന്താണ് എന്ന് കൃത്യമായി അപ്സരയെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഋഷി. ഋഷി വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു, നീ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളാണെങ്കിൽ നീ ഇങ്ങനെ പെരുമാറത്തില്ലായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ജയിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് പോലും നീ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്തില്ല. അന്നേരം എന്റെ കയ്യിൽ തെറ്റുണ്ടായിരുന്നു എങ്കിൽ നീ എന്നെ സെപ്പറേറ്റ് കൊണ്ടുപോയി പറഞ്ഞു തരണമായിരുന്നു. എന്നാൽ നീ അത് പറഞ്ഞു തരാതെ നീ ആ ജയിൽ നോമിനേഷന്റെ സമയത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു എന്നാണ് ഋഷി അവിടെ പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഋഷി എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ജാസ്മിൻ പറഞ്ഞു നിന്നെ കുറിച്ച്, നീ 15 വഞ്ചി കാല് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്ന് അപ്സരയെ കുറിച്ച് പറഞ്ഞു എന്നാണ് ഋഷി അവിടെ എടുത്തു പറയുന്നത്. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ നോമിനേഷൻ പ്രക്രിയയിൽ എന്റെ കൂടെ അൻസിബയാണ് വരുന്നത് എങ്കിൽ ഞാൻ അൻസിബയെ സേവ് ആക്കിയേനേയും, ഞാൻ നോമിനേഷനിൽ പോയേനേയും. പക്ഷെ നീ ആയതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് ഋഷി എടുത്തു പറയുന്നു. ഇവിടെ ഋഷി എടുത്തു പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, അൻസിബയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അത്രമാത്രം വാല്യൂ ഉള്ളതാണ്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. കാരണം ഞാനും അൻസിബയും തമ്മിൽ ഒത്തിരി അന്തരങ്ങളുണ്ട്, എന്നാൽ ഞങ്ങളുടെ ഇമോഷനുകൾ ഒന്നാണ്. അതുകൊണ്ടാണ് എനിക്കും അവൾക്കും തമ്മിൽ നല്ല കണക്ഷൻ ആയത്. അതാണ് ഫ്രണ്ട്, അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അപ്സര ഇവിടെ ഒട്ടും വിട്ടുകൊടുക്കാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് ഒട്ടും ചെവി കൊടുക്കാതെ തന്നെ ഋഷി നല്ല രീതിയിൽ അങ്ങ് കത്തിക്കേറി. ഋഷി പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ്. ഒരിക്കലും അൻസിബ എന്ന് പറയുന്ന വ്യക്തിയും ഋഷി എന്ന് പറയുന്ന വ്യക്തിയും അവർക്ക് മാനുഷികമായിട്ടുള്ള നല്ല ഗുണങ്ങളുണ്ട്. അത് തന്നെയാണ് അവരവിടെ കാണിക്കുന്നത്. പക്ഷെങ്കിൽ അപ്സര എന്ന് പറയുന്നത് എപ്പോഴും കുത്തിത്തിരിപ്പും കാര്യങ്ങളും മാത്രമാണ്. അവർ അപ്പോ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന ഒരു ടീമാണ് ഈ അപ്സര എന്ന് പറയുന്നത്. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും, ഡബിൾ സ്റ്റാൻഡ് ഉള്ള ആളാണ്. അത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സെൽഫിഷ് ആണെന്ന് ഋഷി എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ആ നോമിനേഷൻ പ്രക്രിയയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ രീതിയിൽ തന്നെ അവർ ബഹളം ഉണ്ടാക്കി. ഒടുവിൽ ബിഗ് ബോസ് തന്നെ പറഞ്ഞു, നിങ്ങൾ നിർത്തും, നിങ്ങളുടെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലും അവർ വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേരും പിന്നെയും ചറപറ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ രണ്ടുപേരും സമ്മതിച്ചില്ല. രണ്ടുപേരും നോമിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവരിൽ ആരെങ്കിലും പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നോമിനേഷൻ പ്രക്രിയ അതിമനോഹരമായിരുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ നോമിനേഷൻ പ്രക്രിയ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.